സത്യം പറഞ്ഞ ഈ ഹൗസിനുള്ളിൽ ഈ ജാസ്മിനും ഗബ്രി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. നമുക്കറിയാം ഈ സീസൺ തുടങ്ങിയ അന്ന് മുതൽ ഈ ഒരു കാര്യം മാത്രമേ ഉള്ളായിരുന്നു ആർക്കും പറയാൻ. കാര്യം ഇവര് രണ്ടിന്റെയും ഓരോരോ കാര്യങ്ങൾ മാത്രമായിരുന്നു ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കണ്ടന്റും ഇല്ലാതായിരുന്നു. അങ്ങനെ ആയിരുന്നപ്പോഴാണ് വൈൽഡ് കാർഡ് വന്നത്. സിബിനൊക്കെ വന്നു കയറിയതിനു ശേഷം നല്ല രീതിയിൽ അതിനെ ഒന്ന് മാറ്റിമറിച്ചു. വീണ്ടും അത് തന്നെ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ വേണ്ട ഇന്നലത്തെ ഓരോ ദിവസം ഓരോ ടാസ്ക് കഴിയുമ്പോൾ അടി പിടി ബഹളം. പിന്നീട് വൈകിട്ട് വന്ന അവരുടെ സ്നേഹപ്രകടനങ്ങള്. ഇതൊക്കെ കൊച്ചു കുട്ടികൾ മുതൽ വീടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോ അല്ലേ. ഇന്നലെ കണ്ട് വൈകിട്ടായപ്പോഴത്തേക്കും പകലത്തെ ടാസ്ക് എല്ലാം കഴിഞ്ഞ് അടിപിടി കഴിഞ്ഞ് വൈകിട്ടായപ്പോ ചപ്പാത്തിയും ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കി അത് കഴിപ്പിക്കാനുള്ള പെടാപ്പാടിലാണ് ജാസ്മിന്. ഗബ്രി എനിക്ക് വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് കിടക്കുന്നു. എത്ര പറഞ്ഞാലും ഞാൻ കഴിക്കുന്നില്ല, എനിക്ക് വേണ്ട, എനിക്ക് നിന്നോടുള്ള പിണക്കം കൊണ്ടല്ല. അപ്പോഴത്തേനും ജാസ്മിൻ ഗബ്രി ഗബ്രി നീ ഒന്ന് കഴിക്കടാ, നീ ഒന്ന് പറയടാ, എന്നോടാണോടാ ദേഷ്യം, ഗബ്രി ഗബ്രി. സ്ഥിരം പല്ലവി സാധാരണ ഉള്ളതാ ജാസ്മിൻ ഇത്. സ്ഥിരം പല്ലവിയാണ് ഗബ്രി 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ വീണ്ടും തുടങ്ങിയിരിക്കുക ഗബ്രി ഗബ്രി നിനക്ക് എന്നാടാ, കയ്യെ പിടിക്കുന്നു, കാലെ പിടിക്കുന്നു, തൂക്കുന്നു, മുഖത്ത് തൂക്കുന്നു. ഇതൊക്കെ കുട്ടികളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോ അല്ലേ. ഒന്നുകിൽ ബിഗ് ബോസ് ഇത് അനൗൺസ് ചെയ്യണം, ഇവരെന്ത് നിങ്ങൾ തമ്മിൽ പ്രേമമാണെന്ന് ഇവര് അങ്ങനെ പറഞ്ഞ് നിങ്ങൾ മറ്റു കാര്യങ്ങളൊന്നും അവിടെ തുടരാതിരിക്കെ. ഇത് ഇതോട്ട് പറയത്തുമില്ല. പ്രേമമാണോ? അതുമല്ല. അല്ലാതെ ഫ്രണ്ട്ഷിപ്പ് ആണോ? അതുമല്ല. ജാസ്മിൻ തുറന്നു പറഞ്ഞു പ്രേമമാണെന്ന്. ഗബ്രിക്ക് അതില്ല. ഒന്നിൽ ഇത് നിർത്താൻ ബിഗ് ബോസ് പറയണം. അല്ലെങ്കിൽ ഇത് പ്രേമമാണെങ്കിൽ വീണ്ടും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാതെ നിങ്ങൾ ഇവിടെ കൊണ്ട് നിർത്ത്. പിന്നെ ബാക്കി ഷോ കഴിഞ്ഞ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യാമെന്ന് അങ്ങ് പറയണം. ഇത് ഒരുമാതിരിയാണ്. പിന്നെ കഴിപ്പിക്കുന്നു, വാരി കൊടുക്കുന്നു, എടുക്കുന്നു, എനിക്കറിയത്തില്ല എന്തെല്ലാം. ഇത് ജനങ്ങൾ ഇത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയുമാണ് ക്യാമറയിൽ. കാര്യം ഇത് മനുഷ്യര് മടുത്തുപോയി. ഇത് ഒരുമാതിരി ഇതുപോലെ നല്ലൊരു ഷോയിൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അല്ല അവിടെ നടന്നു വരുന്നത്. ഇപ്രാവശ്യം ഇതിനു മുമ്പുള്ള സീസണിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് വലിയ ഇത്രയും വൾഗറായിട്ടുള്ളതല്ലായിരുന്നു. ഈ ബിഗ് ബോസ് 6 എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ പൂട്ടിക്കെട്ടി പോകേണ്ട സമയം കഴിഞ്ഞിരിക്കുവാണിത്. അത് കഴിഞ്ഞ് രാത്രി കിടക്കുന്ന സമയമായപ്പോഴത്തേനും വീണ്ടും ജാസ്മിൻ ഇവര് ചെന്ന് ഗബ്രി ഗബ്രി എന്തവാട എന്നും പറഞ്ഞുകൊണ്ട് സങ്കടങ്ങൾ പറയുന്നു. ഗബ്രി മുഖത്തൊക്കെ തൂത്ത് തലോടുന്നു. അത് കഴിഞ്ഞ് ക്യാമറയിലോട്ട് നോക്കുന്നു, ക്യാമറ ഇത് എടുക്കുന്നുണ്ടോ, എനിക്ക് പുറത്ത് നെഗറ്റീവാന്നുള്ളത് എങ്ങനെയോ ആരൊക്കെയോ മുഖേന അറിഞ്ഞിട്ടുണ്ട്. ജാസ്മിനാണ് നേരത്തെ അറിഞ്ഞു. ഇനി എന്തും വരട്ടെ എന്നുള്ള രീതിയിൽ. ഗബ്രി പക്ഷെ അതിൽ അല്പം ഭയത്തോടു കൂടി നിൽക്കുവാണ്. ഇനി എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടറിയാം ഇനി നടക്കാൻ പോകുന്നത്.